പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കരക്കഞ്ഞി. ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കും. പയർ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഇളക്കി കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കണം. ഇനി ഒരു കുക്കർ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ 1 കപ്പ് പച്ചരി 1 കപ്പ് വൻപയറുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ പച്ചരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഈ വൻപയറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു 1.5 പാത്രം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 4 5 വിസിൽ അടിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചക്കര ഒന്ന് ഇടിച്ച് പൊടിച്ചോണ്ട് വരാം. അപ്പോൾ ഇത് താഴോട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ചക്കര ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വൻപയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് താത്ത കൊണ്ട് വെക്കാം. ഈ ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 400 ഗ്രാം ചക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് പച്ചരി വൻപയറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ടു. ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ശർക്കരം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് നെയ്യൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെയാണ് അത് റെഡിയാക്കുന്നത്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. നല്ല ഉഗ്രണ്ട കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.